ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ് ആണല്ലേ. ഒരു അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്ന എമൗണ്ട് ആ വർഷം ആദ്യം കിട്ടാനുള്ള ബിൽസ് റിസീവബിളിന്റെ എമൗണ്ട് ആയിരിക്കും. അതായത് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും അല്ലേ. ഈ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് എഴുതേണ്ടത്? ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ്? ഈ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റ്സിന്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് പറയുന്നത് ഡെബിറ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ് എങ്കിൽ അതിന്റെ എല്ലാം ക്ലോസിംഗ് ബാലൻസ് പറയുന്നത് ഏതുമായിരിക്കും? ക്രെഡിറ്റും ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവും. ആ ഓപ്പണിംഗ് ബാലൻസ് ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ എഴുതുന്നു. അതുപോലെ തന്നെ ചോദ്യത്തിനകത്ത് ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടാവും. ആ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ, അതായത് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാൻ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഡെറ്റർ എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂ കൂട്ടുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഡെറ്ററിന്റെ വാല്യൂ കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, അങ്ങനെയല്ലേ പഠിച്ചത്? അതുപോലെ തന്നെ ഇപ്പൊ ഈ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നതും അസറ്റ് തന്നെയാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? ഈ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ്, ഇങ്ങനെ ബിൽസ് റിസീവബിളിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം ആ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, ബിൽസ് റിസീവബിളിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് അതെല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ഈ ബിൽസ് റിസീവബിളിന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബിൽസ് റിസീവബിൾ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ഡെറ്റർ, ഇത് ബിസിനസ്സിലേക്ക് ഒരു ബിൽസ് റിസീവബിൾ തരുന്നു. ഈ ബിൽസ് റിസീവബിൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം ഒന്ന്, ഈ ബിൽസ് റിസീവബിൾ ടൈം ആകുമ്പോഴത്തേക്കിനും ഹോണർ ആകാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതായത് ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആള് ആ മച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോഴത്തേക്കിനും ബില്ലിലെ ക്യാഷ് നമുക്ക് തരും. ഒരു ചാൻസ് ബില്ല് ഓണർ ആകാനുണ്ട്. പിന്നെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ആ ബില്ല് ഡിസോണർ ആകാൻ സാധ്യതയില്ലേ. അതായത് അക്സെപ്റ്റ് ചെയ്ത വ്യക്തി പറഞ്ഞ സമയത്തിൽ ക്യാഷ് നമുക്ക് തരുന്നില്ല എങ്കിൽ ആ ബില്ല് എന്തായി പോവും? ഡിസോണർ ആകാൻ ചാൻസ് ഉണ്ട്. ഇനി അല്ലെങ്കിലോ ഈ ബില്ല് എൻഡോഴ്സ് ചെയ്യും അല്ലേ. ഇപ്പൊ ഈ ബിസിനസ്സുകാർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ ബിസിനസിന്റെ ക്രെഡിറ്റർക്ക് ഈ ബില്ല് എൻഡോഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഈ ബില്ല് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. നമുക്ക് നേരത്തെ ക്യാഷിന് ആവശ്യം വന്ന് എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് അപ്പോൾ കുറച്ച് എമൗണ്ട് ബാങ്കുകാർ ഡിഡക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് കിട്ടും. അപ്പം ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ടിങ് ചാർജ് ഈടാക്കുകയും ചെയ്യും. ഇപ്പൊ ഇത്രയൊക്കെയാണ് ബില്ലുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതിനെയെല്ലാം നമ്മൾ ഈ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലേക്ക് എഴുതണം. അപ്പൊ എഴുതുമ്പോൾ ബിൽസ് റിസീവബിളിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഈ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, ബിൽസ് റിസീവബിളിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതുക. ആദ്യം നമുക്ക് ഈ ബിൽസ് ഹോണർ ആകുന്ന കേസ് നോക്കാം. ബില്ല് ഹോണർ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആള് പറഞ്ഞ ഡേറ്റിൽ ക്യാഷ് തരുന്നു അല്ലേ. അപ്പോൾ ഈ ബിൽസ് റിസീവബിളില് ക്യാഷ് കിട്ടുമ്പോൾ പിന്നെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? ബില്ല് തരാനുള്ളവർ ക്യാഷ് തന്നു. അതുകൊണ്ട് ഇനി അവരെ നമ്മൾ ബിൽസ് റിസീവബിൾ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ ക്യാഷ് തന്നു.
അപ്പം ഈ ബിൽസ് റിസീവബിൾ റിയലൈസ്ഡ് എന്ന് പറഞ്ഞ് ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം ക്രെഡിറ്റ് സൈഡിൽ ആണ് എഴുതേണ്ടത്. ഇനി ക്യാഷിന് പകരം ചെക്കാണ് തരുന്നതെങ്കിൽ ബാങ്ക് വഴിയായിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പം എങ്ങനെയാണ്? ഇപ്പം ബില്ലിലെ തുക നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, അതായത് പിന്നെ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് അവിടെ ഇല്ല, കാരണം അവരെന്ത് തരുന്നു? ക്യാഷ് തരുന്നു. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് അവിടെ കുറഞ്ഞു. അപ്പം ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ആയിട്ടാണ് തരുന്നതെങ്കിൽ ക്യാഷ്, അല്ല ചെക്കായിട്ടാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതുന്നത്? ബാങ്ക് എന്നും പറഞ്ഞു അല്ലേ. അപ്പൊ ഇതെന്താണ്? ബിൽസ് ഹോണേഡിന്റെ കേസാണ്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പൊ ഹോണേഡിന്റെ കേസ് കഴിഞ്ഞു. പിന്നെ എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? ഈ ബില്ല് ഡിസോണർ ആകാനാണ് ചാൻസ് ഉള്ളത് അല്ലേ. അപ്പൊ ഈ ബില്ല് ഡിസോണർ ആയെന്നാൽ എന്താണ്? ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഇല്ല. പിന്നെ അവിടെ വരുന്ന അസറ്റ് എന്താണ്? ഡെറ്റർ അല്ലേ വരുന്നത്. സൺട്രി ഡെറ്റർ എന്ന് പറയുന്ന ഒരു അസറ്റ് വരും. കാരണം ഈ ഡെറ്റർ ആണ് നമുക്ക് ബിൽസ് റിസീവബിൾ തന്നത്. പക്ഷെ ഇനി ആ അസറ്റ് അവിടെ ഇല്ല, കാരണം അത് ഡിസോണർ ആയിപ്പോയി. അപ്പോൾ ആ ഡിസോണർ ആയ എമൗണ്ട് നമ്മൾ ഡെറ്റർ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. കാരണം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ക്യാൻസൽ ആയി, അല്ലെങ്കിൽ അത്രയും തുകയ്ക്ക് ബിൽസ് റിസീവബിളിന്റെ എമൗണ്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. പകരം ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ വന്നു. മനസ്സിലായില്ലേ? അപ്പം ഡിസോണർ ആവുന്നു. ഡിസോണർ ആയി കഴിഞ്ഞാൽ പിന്നെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇല്ല. അതുകൊണ്ട് അർത്ഥമില്ലല്ലോ. ഡിസോണർ ആയ ബിൽസ് റിസീവബിൾ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അപ്പൊ അവിടെ അസറ്റ് അവിടെ കുറഞ്ഞു. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് കുറയുമ്പോൾ അവിടെ വേറൊരാൾ വന്നു. ആരായി ബിൽസ് റിസീവബിൾ തന്നത്? സൺട്രി ഡെറ്റർ ആണ്. അപ്പൊ വീണ്ടും നമ്മൾ ബിൽസ് റിസീവബിൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ആരെ കൊണ്ടുവന്ന് വെക്കുന്നു? സൺട്രി ഡെറ്ററിനെ അല്ലേ. സൺട്രി ഡെറ്റേഴ്സ് അവിടെ വന്നു. അതായത് ഇത് എപ്പോഴാണ് ഇങ്ങനെ വരുന്നത്? ബിൽസ് ഡിസോണർ ആവുമ്പോൾ. ക്ലിയർ? ബിൽസ് ഡിസോണേഡ്. അപ്പം ഡിസോണർ ആയ എമൗണ്ട് അത്രയും തുകയ്ക്ക് ബിൽസ് റിസീവബിൾ ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് എന്താണ്? ഈ ബില്ലിനെ നമ്മൾ എൻഡോഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ വേറെ ആർക്കെങ്കിലും ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? ഈ ബില്ല് എൻഡോഴ്സ് ചെയ്യും. അപ്പോൾ അപ്പോഴും എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബിസിനസിന്റെ കയ്യിലിരുന്ന ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്തില്ലേ. കാരണം ഇപ്പൊ അത് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലില്ല. നമ്മളത് എൻഡോഴ്സ് ചെയ്തു ക്രെഡിറ്റർക്ക് അല്ലേ. അപ്പൊ അത് ക്രെഡിറ്ററുടെ കയ്യിലാണ് ബില്ലിരിക്കുന്നത്. ക്രെഡിറ്റർക്കാണ് എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അത് എൻഡോഴ്സ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? ക്രെഡിറ്റർക്കാണ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റർ എന്നും പറഞ്ഞ് എൻഡോഴ്സ് ചെയ്തായിട്ട് എത്ര എമൗണ്ടിന്റെ തുകയാണോ നമ്മൾ ക്രെഡിറ്റർക്ക് എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത് അതങ്ങോട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് എന്താണ്? ഈ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ക്യാഷിന് ആവശ്യം വന്നപ്പോൾ നമ്മൾ ബില്ലിന്റെ കാലാവധി എത്തുന്നതിന് മുൻപ് തന്നെ ബാങ്കിൽ സമർപ്പിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങുന്നു. അപ്പോഴും നമ്മുടെ കയ്യിലിരുന്ന ഈ ബില്ല് എങ്ങോട്ടേക്ക് പോകുന്നു? ബാങ്കിന്റെ കയ്യിലേക്ക് പോവുകയില്ലേ ചെയ്യുന്നത്. അപ്പൊ ഇപ്പം ബില്ല് ആരുടെ കയ്യിലാണ്? ബാങ്കിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നുള്ള ബിൽസ് റിസീവബിൾ എന്ന അസറ്റ് അവിടുന്ന് പോകുന്നു. പകരം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ വരുന്നു അല്ലെ. ബില്ലിലെ തുക ക്യാഷ് ആയിട്ട് കിട്ടിയ എമൗണ്ട് നമ്മൾ ബാങ്ക് വഴിയല്ലേ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. പിന്നെ മുഴുവൻ തുകയും കിട്ടൂലല്ലോ. ബാങ്ക് എന്ത് ചെയ്യും? ഒരു ചെറിയ എമൗണ്ട് ഡിസ്കൗണ്ട് ഈടാക്കുക. ആ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചാർജ് ആയിട്ടും കാണിക്കുന്നു. അപ്പം ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസിന്റെ കയ്യിൽ നിന്ന് ബില്ല് ഡിക്രീസ് ചെയ്യുന്നു. അതായത് ബാങ്കിലേക്ക് പോകുന്നു. പകരം നമുക്ക് ബാങ്കിൽ നിന്ന് എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. ക്യാഷ് കിട്ടുമ്പോൾ നമുക്ക് ബാങ്ക് വഴിയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ബാങ്കിൽ നിന്നാണ് കാണിക്കേണ്ടത്. അപ്പം അത് ഇവിടെ എഴുതേണ്ട തുക എത്രയാണ്? നമുക്ക് കിട്ടിയ ക്യാഷാണ് കേട്ടോ. ക്യാഷ് റിസീവ് ചെയ്ത ക്യാഷ്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ചെയ്തു അല്ലേ. ഡിസ്കൗണ്ടഡ് ക്യാഷ് കിട്ടിയ എമൗണ്ട്. പിന്നെ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട്
അത് നമ്മൾ ഡിസ്കൗണ്ട് ചാർജ്ഡ് എന്നും പറഞ്ഞിട്ട് അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ബിൽസ് റിസീവബിളിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതായത് എന്തൊക്കെ സംഭവിക്കാം? ഒന്ന്, നമുക്ക് കിട്ടിയ ആ ബില്ല് ഹോണർ ആകാൻ ചാൻസ് ഉണ്ട്. അതായത് മച്യൂരിറ്റി ഡേറ്റിൽ ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് തന്നു കഴിയുമ്പോൾ പിന്നെ ആസെറ്റ് അവിടെ ഇല്ല. പിന്നെ ബില്ല് ഡിസോണർ ആകാൻ ചാൻസ് ഉണ്ട്. ബില്ല് ഡിസോണർ ആയിരുന്നാലും ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അവിടെ പോയിട്ട് പകരം സൺട്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റാണ് അവിടെ വരുന്നത്. കാരണം ഈ സൺട്രി ഡെറ്റർ അല്ലേ ബില്ല് തന്നത്. അപ്പോൾ ആ ക്യാഷ് തരാതെ വരുമ്പോൾ ബില്ല് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അവിടെ ക്യാൻസൽ ചെയ്ത് സൺട്രി ഡെറ്റർ നമ്മളവിടെ പ്ലേസ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ബില്ല് എൻഡോഴ്സ് ചെയ്യുന്ന കേസിൽ അപ്പോൾ അവിടെയും നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ബിൽസ് റിസീവബിൾ പോകുന്നു. കാരണം ആ ബിൽസ് നമ്മൾ ക്രെഡിറ്റർക്ക് കൊടുക്കുകയാണ്. അപ്പോഴും നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങാം. അന്നേരവും അവിടെ എന്ത് സംഭവിക്കുന്നു? ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും ബാങ്കിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത്. പക്ഷേ പകരം അവിടെ ക്യാഷ് അവർക്ക് കിട്ടുന്നുണ്ട്. കിട്ടുന്ന ക്യാഷ് ബാങ്കിൽ നിന്നും പറഞ്ഞ ആ എമൗണ്ടും ഡിസ്കൗണ്ട് ചാർജ് ഈടാക്കിയത് അതും നമ്മളവിടെ എഴുതുന്നു. ഇത്രയുമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ അതിലേക്ക് എഴുതുന്നു. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ആ ഒരു വർഷം ടോട്ടൽ എത്ര ബിൽസ് റിസീവബിൾ സൺട്രി ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ എഴുതുന്നു. ഇനി ടോട്ടൽ ചെയ്യുന്നു. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ഇതിൽ നിന്ന് ബാലൻസ് ചെയ്യുന്നു. അതായത് ഇതിൽ നിന്ന് ഈ ഇവിടെ കിട്ടുന്ന എമൗണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ വർഷം കിട്ടിയ ബിൽസ് റിസീവ്ഡ് ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? സൺട്രി ഡെറ്ററുടെ കയ്യിൽ നിന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലാണ് എഴുതുന്നത്. അപ്പോൾ അത് നമുക്ക് സൺട്രി ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാന്ന് പറഞ്ഞ് വേണം എഴുതാനായിട്ട്? സൺട്രി ഡെറ്റർ എന്ന് വേണം ആ എമൗണ്ടിൻ്റെ നേരെ എഴുതാനായിട്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ കാണിച്ചു വെക്കുക. ബിൽസ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പം ആ വർഷം ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബിൽസ് റിസീവബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഇതാണ് നമ്മൾ മിസ്സിങ് എമൗണ്ട് ആയിരുന്നു. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ബാക്കിയെല്ലാം എഴുതി ടോട്ടൽ ചെയ്തു, ബാലൻസ് ചെയ്തു. അതായത് ഈ കിട്ടുന്നതെന്ന് പറയുന്നത് എന്താണ്? ബാലൻസിങ് ഫിഗറാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. ഇതാണ് നമ്മൾ കണ്ടത് അസർട്ടൈൻമെന്റ് ഓഫ് ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. അതിൽ ബിൽസ് റിസീവബിൾ കണ്ടുപിടിക്കുന്ന മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ SCERT ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. അതിൽ ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യിക്കുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യിക്കുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, പിന്നെ ബില്ലിലെ എമൗണ്ട്, ബില്ല് ഹോണർ ആകുമ്പോൾ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. പിന്നെ ഡിസോണർ ആകുമ്പോൾ നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിസോണർ ആയ എമൗണ്ട്. പിന്നെ അതുകൂടാതെ ഞാനിവിടെ ഈ ഫോർമാറ്റ് ഞാൻ തന്നായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന എല്ലാ ഐറ്റവും ഒന്ന് നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ചു വയ്ക്കുക കേട്ടോ. വരാൻ സാധ്യതയുള്ള എല്ലാ ഐറ്റവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോർമാറ്റ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരച്ചു വയ്ക്കുക. അപ്പോൾ അത് ഞാനിവിടെ ബാക്കി ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരച്ചത് വെക്കുക. അപ്പോൾ എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ മനസ്സിലാവും. ഇപ്പം നോക്കി ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് ഡേറ്റ അവൈലബിൾ ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് സേനാപതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും നമ്മൾ ഇന്ന് പഠിച്ച ബിൽസ് റിസീവബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് മാത്രം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ എന്ന് വെച്ചാൽ എന്താണ്? ബിൽസ് റിസീവബിളിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് എവിടെ എഴുതേണ്ടത്? ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്. അസറ്റ്സിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതേണ്ടത്? ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. പിന്നെ ഇത് പേയബിൾ ആണ്, അതിപ്പം പഠിക്കണ്ട. ബിൽസ് റിസീവബിൾ ഡിസോണേഡ്, കണ്ടോ? നമുക്ക് കിട്ടിയ ബിൽസ് റിസീവബിൾ എന്തായിപ്പോയി? ഡിസോണർ ആയിപ്പോയി. അപ്പം ബില്ല് ഡിസോണർ ആയിപ്പോയി എന്ന് പറയുമ്പോൾ അത്രയും അസറ്റ് അവിടെ കുറഞ്ഞു, ഡിസോണർ ആയിപ്പോയി. അപ്പം ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് ക്യാൻസലായി, പകരം സൺട്രി ഡെറ്റ് എന്ന് പറയുന്ന അസറ്റ് വരികയാണ് ചെയ്യുന്നത്. ഇപ്പം ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് ഇവിടെ കുറയുന്നത് കാരണം നമ്മൾ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. പിന്നെ ബിൽസ് റിസീവബിളിനകത്ത് ബിൽസ് കളക്റ്റഡ് ഡ്യൂറിങ് ദ ഇയർ,
അതായത് ബില്ലിലെ എമൗണ്ട് കളക്ട് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴും അത്രയും പിന്നെ ഒരു ബിൽസ് റിസീവബിൾ നമുക്ക് എഴുതണ്ടല്ലോ, അത് നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ അതും ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ക്ലോസിംഗ് ബിൽസ് റിസീവബിളിൻ്റെ ആ വർഷം അവസാനത്തെ ക്ലോസിംഗ് ബാലൻസ് അതെന്ന് പറയുന്നത് എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എവിടെയേ വരികയുള്ളൂ? ക്രെഡിറ്റ് സൈഡിലാണ് വരികയുള്ളൂ. ക്ലിയർ? അതുപോലെ ചെയ്തിട്ടിരിക്കുന്ന ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ. പിന്നെ ഡിസോണർ ആയി പോയത് സൺഡ്രി ഡെറ്റേഴ്സും പറഞ്ഞ് 2000, ബില്ലിലെ എമൗണ്ട് കളക്ട് ചെയ്ത് കിട്ടിയത് ബാങ്ക് വഴിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ 12,000 എന്ന് പറഞ്ഞാൽ അതും ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. പിന്നെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ബിൽസ് റിസീവ്ഡ് അല്ലേ, നമുക്ക് ആ വർഷം കിട്ടിയിട്ടുള്ള ബിൽസ് റിസീവബിളിന്റെ എമൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് വന്നത് കാരണമാണല്ലോ ഈ ബിൽസ് റിസീവബിൾ നമ്മുടെ കയ്യിലേക്ക് വന്നത്. അപ്പം സൺഡ്രി ഡെറ്റർ എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ ബാലൻസിങ് ഫിഗർ കാണിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടുന്ന വിധം. ഇനി നിങ്ങളുടെ KGC നാരുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 11.515 ഈ എക്സാമ്പിൾ 2, ഇപ്പൊ ചെറിയ മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ ചോദിക്കുകയുള്ളൂ. കാൽക്കുലേഷൻ ഓഫ് ബിൽസ് റിസീവബിൾ ഫ്രം ഡ്യൂറിംഗ് ദ ഇയർ. നമ്മളോട് ബിൽസ് റിസീവബിളിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. ക്വസ്റ്റ്യൻ ബിൽസ് റിസീവബിൾ ഓൺ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ 6200. ബിൽസ് റിസീവബിൾ ഓൺ ക്ലോസിംഗ് ഡേറ്റ്, ബിൽസ് റിസീവബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് 8400. ക്യാഷ് റിസീവ്ഡ് എഗൻസ്റ്റ് ബിൽസ് റിസീവബിൾ, ആ ബില്ലിന്മേലെ 28,500 രൂപയുടെ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബിൽസ് റിസീവബിളിന്മേലെ. ഇത്രയും ഇൻഫോർമേഷൻ ആണുള്ളത്. നമുക്ക് ഈ ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വരച്ച് തന്നെ കണ്ടുപിടിക്കുക, അതാണ് എളുപ്പം. അപ്പം അതിൻ്റെ അകത്ത് ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞു, ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്, അസറ്റിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ്. അപ്പം ബാലൻസ് വീടി എന്ന് പറഞ്ഞാൽ 6200 ഡെബിറ്റ് സൈഡിൽ. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണ്, ബാലൻസ് സീഡ് എന്ന് പറഞ്ഞ് ആ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. പിന്നെ ക്യാഷ് റിസീവ്ഡ് എഗൻസ്റ്റ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽസ് റിസീവബിളിന്മേൽ ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ അത്രയും ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് കിട്ടിയ എമൗണ്ട് എഴുതിയിരിക്കുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ ആണ് ആ വർഷത്തെ ടോട്ടൽ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡെറ്റർ അല്ലേ അത് തരാനുള്ളത്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പം അതിൽ നമ്മൾ ഡെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ആ എമൗണ്ട് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഇത്രയും തുകയുടെ ബിൽസ് റിസീവബിൾ ആണ് നമുക്ക് ഈ വർഷം കിട്ടാനുള്ളതെന്ന് മനസ്സിലായി. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.